അപരാധം പറച്ചിലുകളുടെ ഞരമ്പ് രോഗം സാമൂഹ്യ പ്രശ്നങ്ങളിലുണ്ട്, കച്ചവടത്തിലുണ്ട്, അതുപോലെ തന്നെ കലയിലുണ്ട്, ഉത്സവങ്ങളിലുണ്ട്, ആഘോഷങ്ങളിലുണ്ട്, സഹായങ്ങളിലുണ്ട്. പിന്നെന്തിലാ ഇല്ലാത്തത്? എല്ലാ മേഖലയിലും ഇപ്പോഴത്തെ കാലത്ത് ഇത്തരമൊരു സവിശേഷമായ വിദ്വേഷ ഞരമ്പ് രോഗം ഒരുപാട് ആളുകളെ പിടികൂടിയിട്ടുണ്ട്. ആർക്കെങ്കിലും സേവനം ചെയ്താൽ അതിനകത്ത് ജാതി തിരയുക, എവിടെയെങ്കിലും ഒരു നന്മ കണ്ടാൽ അതിൽ ജാതി തിരയുക, എവിടെയെങ്കിലും ഉത്സവങ്ങളോ ആഘോഷങ്ങളോ മനുഷ്യൻ ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളോ കണ്ടാൽ അതിലെല്ലാം ജാതി തിരയുന്ന സവിശേഷമായ ഞരമ്പ് രോഗികളെ കൊണ്ട് നമ്മൾ വലയുകയാണ്. അതിനു മുന്നിൽ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിശബ്ദത പാലിച്ചാൽ ഇത് അവസാനിക്കില്ല. ഇത് ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും അവർക്ക് കഴിയുന്ന ഭാഷയിൽ പ്രതികരിക്കുകയും ഒട്ടും കൂസലില്ലാതെ അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. രാവിലെ മെസ്സഞ്ചറിൽ വന്ന ഒരു വാർത്തയാണ്. ഇത് ഒരു രോഗി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, സമാനമായ ഒരുപാട് രോഗികളുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു അർജൻറ്റീനിയൻ ഫാനാണ് ലോകകപ്പ് മത്സരത്തിൽ. ഇപ്പോഴല്ല, വർഷങ്ങളായി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പോസ്റ്റുകളിലും എൻ്റെ കളിക്കാരുടെ ഇതിലും ലയണൽ മെസ്സിയിലുമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അയാൾ തോറ്റാലും ജയിച്ചാലും ഉണ്ട്. അത് ആ മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള ഇഷ്ടമാണ്. രാവിലെ വന്നൊരു മെസ്സേജാണ്. കോടിക്കണക്കിന് ഡോളർ ജൂതജാര തെമ്മാടി ഭരണകൂടത്തിന് സഹായം ചെയ്തവൻ ആ ടീം തോറ്റതിൽ സന്തോഷമുണ്ട്. ജയിച്ച ടീം ഗോളടിച്ച പയ്യൻ അതിലൊരു മനുഷ്യത്വമുണ്ട്. ലോകകപ്പിൽ മികച്ച കളിക്കാരായിരുന്നവർ കളിക്കാൻ കഴിയാതെ തോൽവിയിലേക്ക് താഴുന്നത് പടച്ചതമ്പുരാൻ്റെ ഇടപെടലായി കരുതണം. കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം 1,00,000-ഓളം ഫലസ്തീനികളെ ഇപ്പോഴും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ജൂത എഫ്സ്റ്റീൻ തെമ്മാടികളെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും വെറുക്കും. കൊടുംക്രൂരന്മാരുടെ ക്രിമിനൽസിൻ്റെ കൂടെ കൂടുന്നവർ അനിൽ മുഹമ്മദ് ആവട്ടെ ആരാവട്ടെ അവരും അക്രമികളും അധാർമികളുമാകുന്നു. മനുഷ്യർ മാത്രമല്ല, എല്ലാം അറിയുന്ന അള്ളാഹു പോലും പൊറുക്കാത്ത പാതകമാകുന്നു. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇനി എൻ്റെ അടുത്ത വാചകം എന്ന് പറയുന്നത്, അറബ് എഫ്സ്റ്റീൻ കൂട്ടിക്കൊടുപ്പുകാരെ പോലെയാണോ താങ്കൾ? പൊതുവിൽ താങ്കളുടെ ഇടപെടൽ അഭിപ്രായം തരക്കേടില്ല. തിന്മകൾക്കെതിരെ പ്രതികരണത്തിലെ താങ്കളുടെ ചിരി പോലും വളരെ അർത്ഥവത്താണ്. എന്നാൽ ചിലപ്പോൾ ഇരയുടെ പക്ഷത്തല്ല, വേട്ടക്കാരൻ്റെ കൂടെയാണ് താങ്കൾ എന്ന് പറയുന്നു. നിഷ്പക്ഷമെന്ന പേര് മാറ്റി പക്ഷപാതമെന്നോ സർവപക്ഷമെന്നോ ആക്കാം. നേരം വെളുത്ത ഒരാളിൻ്റെ അഭ്യാസമാണ്. ഇതൊരാളിനല്ല, ഒരുപാട് കമൻറ്റുകൾ ഇതുപോലെ കാണാനുണ്ട്. എന്താ സംഗതി ഈ പറയുന്നത്? ഈ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അർജൻറ്റീന ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമാണ്. ആ ഫുട്ബോൾ ടീമിനെ നയിച്ചത് ലയണൽ മെസ്സി എന്ന് പറഞ്ഞ ലോകോത്തര കളിക്കാരനാണ്. അയാൾ ജൂതന്മാർക്ക് എത്രയോ കോടി രൂപ കൊടുത്തു എന്ന് എവിടെയോ ഒരു കള്ളനും അപരാധിയും പമ്പരവിഡ്ഢിയും തോന്നിയവാസിയുമായ ആരോ എവിടെയോ എന്നോ പറഞ്ഞു. അത് ഇടയ്ക്കിടെ ഇങ്ങനെ പൊന്തി വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഞരമ്പ് രോഗം വരുന്ന തുള്ളലുകാരങ്ങ് തുള്ളിമറിയുകയാണ്. യഥാർത്ഥത്തിൽ ആ വാർത്ത പച്ചയായ നുണയാണ്, കളവാണ്, വ്യാജമാണ്. ഇത് 2014 മുതൽ ലയണൽ മെസ്സിക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണമാണ്. ആരുടെയോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പാരഡി അക്കൗണ്ട്, എക്സ് പ്രൊഫൈലിൽ പാരഡി അക്കൗണ്ടുകളുണ്ടല്ലോ, അതിലേതോ അക്കൗണ്ടിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ട് അത് ഷെയർ ചെയ്താണ് ഈ വാർത്തയുടെ ഉത്ഭവം. അതിനുശേഷം ഇങ്ങോട്ട് ഇത് തന്നെയാണ് പ്രധാന വിനോദം. യഥാർത്ഥത്തിൽ ലയണൽ മെസ്സി ആരാ? അയാളൊരു വിശ്വാസിയാണ്. അയാൾ ലോകത്തെ ഒരുപാട് വികസ്വര രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജാതിമത ഭേദമന്യേ മെസ്സി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കോടിക്കണക്കിന് ഉറുപ്പികയുടെ സേവനം ചെയ്യുന്ന ആളാണ്. ആ ആളിനെയാണ് ഈ ജൂത അപരാധ തെമ്മാടികൾക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത്, കോടികൾ എന്ന് പറഞ്ഞാൽ പുള്ളിയൊന്നും ഇന്ന് വീട്ടിലിരിക്കുകയായിരിക്കത്തില്ല, ഡെസ്കിൽ കയറി തുള്ളുമായിരിക്കും. എടാ, കളിയിൽ ജയിക്കും തോക്കും, അതിനകത്ത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്ന് പറയാൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതെല്ലാം റഹ്മാനും റഹീമുമായ നാഥനെയാണ് പരിചയപ്പെടുത്തിയത്, ഖുർആനിലും എല്ലായിടും. അതായത് ഈ ലോകത്ത് എല്ലാവരോടും നീതി കാണിക്കുന്നവൻ, ഇവിടെ വെച്ച് അക്രമിയെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവനെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹയെ വിറ്റ് തിന്നുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ ഇവിടെ വെച്ച് തലയിൽ വെള്ളടി വെട്ടി അങ്ങ് പോകണ്ടേ? ഇത് വല്ല കാര്യമുണ്ടോ? ഇതാണ് ജൂത തെമ്മാടി 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 എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി രാവിലെ അങ്ങ് ഹരം കൊള്ളുക. ഇതുപോലെ കുറേ ആളുകളുണ്ട്. ഇത് സംഖ്യകൾക്കുണ്ട് ഈ ഞരമ്പ് രോഗം. പാകിസ്ഥാനിൽ അവർക്ക് പിന്നെ പാകിസ്ഥാനിലെ ഏതെങ്കിലും കളിക്കാരൻ്റെ പടം ഇട്ടാൽ ആ ഞരമ്പ് രോഗം ഇപ്പോൾ ഹലാലായ ഇതുപോലുള്ള മനുഷ്യന്മാർക്കും കൂടിയിരിക്കുക. ഒരു രാജ്യം ഒരു നിലപാട് സ്വീകരിക്കുന്നു, അത് ആ രാജ്യത്തിൻ്റെ നിലപാടാണ് എന്ന് വിചാരിച്ചാൽ അതിലെ കളിക്കാരെന്ത് വേണം? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു പള്ളികളിൽ ഈ ഫലസ്തീനിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയോ ഒരു ചടങ്ങോ എന്തെങ്കിലും ഒരു സാധനം എവിടെങ്കിലും നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബിനെ വെറുത്ത് ജൂതജാര തെമ്മാടികൾ എന്നും പറഞ്ഞ് അർജൻറ്റീനയിൽ ഫലസ്തീനെ ആക്രമിക്കാനും അല്ലെങ്കിൽ ഫലസ്തീനെ ആക്രമിക്കുന്ന അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കയ്ക്കോ അതുപോലെ ഇസ്രയേലിനോ അവരുടെ ബേസ് സ്റ്റേഷൻസ് ഉണ്ടോ?
ഇതുള്ളത് മുഴുവൻ ഹലാലായ സ്ഥലത്തല്ലേ? സൗദി അറേബ്യയിൽ, ബഹ്റൈനിൽ, ഒമാനിൽ, ഖത്തറിൽ, കുവൈറ്റിൽ. എന്നിട്ട് ഈ വികാരം വരാത്ത എന്താ? അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധം നടന്നു. ആ രാജ്യത്ത് ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നടന്നോ? ഈ എഴുതിയിരിക്കുന്ന മഹാനവറുകൾക്ക് നടത്താൻ വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്യാവോ? അയാളുടെ ബന്ധുക്കൾ സഹിതം ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ മൊത്തം നുള്ളി പറക്കി അവർ നാട്ടിലേക്ക് അയക്കും. മിണ്ടാനൊക്കുവോ? എന്നിട്ട് വെറുതെ മെസ്സഞ്ചറിൽ വന്ന് അങ്ങ് പുലഭ്യം പറഞ്ഞ് അങ്ങ് ആഘോഷിക്കുക. അതുപോലെ കമൻ്റ് അടിക്കുക. കളി നടക്കുമ്പോൾ കളി പറയാം, അതല്ലേ വേണ്ടത്? സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ പേരുണ്ട്. ഇത് നിലപാട് രാജ്യത്തിൻ്റേതും അവിടെ ഭരിക്കുന്നവരുടേതും കളി വേറെയുമാണ്. അതിനെ അങ്ങനെ കാണാൻ കഴിയണം. ഈജിപ്തിന് വേണ്ടി ആവേശം കൊണ്ട് എല്ലാവരും, ഈജിപ്റ്റ് എന്ന രാജ്യത്തിൻ്റെ നിലപാടെന്തുവാ? ആരുടെ കൂടെ അവർ? ഫലസ്തീൻ്റെ കൂടാണോ ഈജിപ്റ്റ്? ചുമ്മാ നേരം വെളുത്തിറങ്ങിയേക്കുക ഞരമ്പ് രോഗം കൊണ്ട്.